ക്യാമ്പിൽ വരുന്നത്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു വളരെ ബോറായിരിക്കും, ക്ലാസ്സുകളൊക്കെ തിരിച്ചും തിരിച്ചും എല്ലാം ക്ലാസ്സുകളായിരിക്കും. പക്ഷെ ഇത്തവണത്തെ എനിക്ക് ഇന്ന തരത്തിലെ ഈ മ്യൂസിയത്തിന്റെ ക്യാമ്പ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി. വളരെയധികം ഗെയിംസും ക്ലാസ്സുകളും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ മനോഹരമായ 6 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇൻജോസിന്റെ പ്രിയ SSLC ക്യാമ്പ് കഴിഞ്ഞ് വളരെ സങ്കടത്തോടെയാണ് ഇവിടുന്ന് പടിയിറങ്ങുന്നത്. വളരെ ഓർമ്മകളും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചത്. ആത്മീകമായും ഭൗതികമായും നിറയെ കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും കഴിഞ്ഞു. ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഈ ക്യാമ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല വൈബായിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. എഡ്യൂക്കേഷനും എന്റർടൈൻമെന്റും എല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അടിപൊളി ക്യാമ്പായിരുന്നു. അച്ഛന്മാരാണെങ്കിലും എല്ലാം സൂപ്പർ. ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. ഈ ക്യാമ്പിനെ പറ്റി പറയാൻ എന്താന്ന് വെച്ചാൽ, ഈ ക്യാമ്പ് എന്റെ സ്റ്റേജ് ഫിയറിനെ കുറെ മാറ്റിയിരിക്കുന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ വരാൻ പോകുന്ന പരീക്ഷ എങ്ങനെ നേരിടണം, എങ്ങനെ പഠിക്കാനുള്ള കുറെ ഈസി മെത്തേഡ്സ് കുറെ പറഞ്ഞു തന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഓരോരുത്തരും അച്ഛനാണെങ്കിലും ഷമ്മാശനാണെങ്കിലും ഫ്രണ്ട്സുമാർ, അതേപോലെ ഒത്തിരി ഫ്രണ്ട്സ്. ഈ 42 പേരും എന്റെ ഫ്രണ്ട്സായി. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തീർന്നു. ഇന്ന് പോകുന്നതിന് ഭയങ്കര വിഷമമുണ്ട്. ശരിക്കും കണ്ണു നിറഞ്ഞൊരു നമ്മുടെ ഒരിക്കലും ഞാൻ ഒരു ക്യാമ്പിൽ ഇങ്ങനെ കണ്ടില്ല. നമ്മളെ ഓരോ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ പഴയ സെമിനാരി ചരിത്രം, ദേവലോകം, കുമരകം, ഇങ്ങനെ CMS കോളേജ്, ഇങ്ങനെ ഒത്തിരി അധികം സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി. ക്യാമ്പ് ഫുൾ അടിപൊളിയായിരുന്നു. എനിക്ക് ക്ലാസ്സിലധികം ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ടായിരുന്നു. അപ്പം ഒരിക്കലും നമ്മളെ ബോറടിപ്പിക്കത്തില്ല. ഫുൾ ഇന്ററാക്ഷൻ, ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, ഗെയിംസ്, ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിന് വേണ്ടിയുള്ള ഓരോ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ, എങ്ങനെ പഠിക്കണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിന്റെ ട്രിക്സ്, സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെയാണ് ഇതിന്റെ ട്രിക്സ് എന്നാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ സാധിച്ചത്.